Jesus നിങ്ങൾക്ക് യേശുവിനെ കാണാൻ സാധിക്കില്ല on the encounter of somebody else. മറ്റൊരാളുടെ ഒരു ഇടപെടലിന്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് Just സാധിക്കില്ല. because I spoke in tongues or gave a prophecy to you, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് ഒരു പ്രവചനം തന്നതുകൊണ്ടോ, if you don't have an encounter with നിങ്ങൾക്ക് Jesus, ദൈവവുമായി മുഖാമുഖമായ ഒരു അവിയരണം ദൈവവുമായി നടന്നില്ലെങ്കിൽ, you cannot stand strong. നിങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യന്റെ ഭൂമിയിൽ നിൽക്കുവാൻ സാധിക്കില്ല. ദൈവത്തിന് You cannot go long. നിങ്ങൾക്ക് ദൂരെ പോകാൻ സാധ്യമല്ല. You cannot get far. നിങ്ങൾക്ക് ദൂരെ പോകാൻ സാധിക്കില്ല. Because trials and tribulation will get you down. എന്തുകൊണ്ടെന്നാൽ വിഷയങ്ങൾ നിങ്ങളെ പുറകിലേക്ക് വലിക്കും. Because you don't have an encounter with the living God. നിങ്ങൾക്ക് ദൈവവുമായി ഒരു മുഖാമുഖ അഭിമുഖീകരണം നടന്നില്ലെങ്കിൽ, God does not expect you to live on the encounter of somebody. മറ്റുള്ള ഒരാളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. I want you to pray for an encounter with the living God. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവവുമായുള്ള ഒരു മുഖാമുഖ അഭിമുഖീകരണത്തിന് വേണ്ടി. The spirit of God is moving here. പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കുകയാണ്. Very strongly. വെരി സ്ട്രോങ് ആയിട്ട്, വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയാണ്. And he says, I want you to have an encounter with me. അവൻ പറയുന്നു, ദൈവവുമായി ഒരു അഭിമുഖീകരണം നിങ്ങൾക്ക് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Let the church rise up സഭ ദൈവത്തിന്റെ മുമ്പിൽ എഴുന്നേൽക്കട്ടെ. and pray for an encounter. ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. Lord, I want to go all out for you. ദൈവമേ, നിനക്ക് വേണ്ടി പൂർണ്ണമായി മുൻപോട്ട് പോകാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to move into the next realm with you. അടുത്ത പരിധിയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. I'm tired of the status quo. കർത്താവേ, ഈ അവസ്ഥയിൽ ഞാൻ മനം തണുത്തിരിക്കുകയാണ്. I want to move into the next level. കർത്താവേ, അടുത്ത തലത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I've been a believer for so long. ഇത്ര നാളെ ഞാൻ വിശ്വാസിയായി. I've been sitting on chairs for so long. ഞാൻ ഇവിടെ ചെയറുകളിൽ മാത്രം ഇരിക്കുന്നു. I've been listening to messages for so കർത്താവേ, long. ഓരോ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഇത്രയും നാളുകൾ. When you say I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ when പറയുമ്പോൾ, you say I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I want to touch you and taste you and I want to see the spirit of കർത്താവേ God in നിന്നെ ഞാൻ action, രുചിക്കണമെന്ന് ഞാൻ കാര്യമായി പറയുമ്പോൾ, when you say I want to see the spirit of God in action in my life, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് കാണണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ, when you say Lord, I want transformation, കർത്താവേ ഒരു പൂർണ്ണമായ നവീകരണം എനിക്ക് വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, oh Paul said, oh wretched man that I am. പൗലോസ് പറഞ്ഞു, കർത്താവേ അരിഷ്ട മനുഷ്യൻ ഞാൻ. When you can find the wretchedness in you, നിങ്ങൾ അരിഷ്ടത നിങ്ങൾ കാണുമ്പോൾ, when you say I'm fed up, കർത്താവേ മതി എന്ന് നിങ്ങൾ പറയുമ്പോൾ, Lord, I want transformation, കർത്താവേ സമൂലമായ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, I want the love of Jesus to overtake my life, യേശുവിന്റെ സ്നേഹം എന്നെ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുമ്പോൾ, I want the love of my brethren to take over me, കർത്താവേ എന്റെ സഹോദരന്മാരുടെ സ്നേഹം എന്നെ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ പറയുമ്പോൾ, what is Christianity? കർത്താവേ ആ രീതിയിലുള്ള ക്രിസ്ത്യാനിത്വം വേണമെന്ന് പറയുമ്പോൾ, If it was not for love, കർത്താവേ ആ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ, if love did not exist, സ്നേഹമില്ലായിരുന്നെങ്കിൽ, if there was no transformation in your life, ആ ഒരു വ്യതിയാനം എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, see, if you had all the power നിങ്ങൾക്ക് എല്ലാ ശക്തിയും ഉണ്ടെങ്കിലും, but you did not have love, ആ സ്നേഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ, come on church, സഭയെ വരിക, ask the Lord for an encounter, ദൈവത്തോട് ചോദിക്കുക. because you cannot love എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ കഴിയില്ല. on the encounter of somebody else. മറ്റുള്ള ആളുടെ അഭിവർണത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ, മനുഷ്യരെ സ്നേഹിക്കുവാൻ കഴിയില്ല. You know, when things start getting tough, വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, because it's going to get tough, അത് അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. if it is the end time, അത് എന്തെന്നാൽ ഇത് അന്ത്യകാലമാണ്. I'm not feeding babies here. ഇവിടെ ഞാൻ ശിശുക്കളെ അല്ല ഇവിടെ മുലയൂട്ടാൻ ആഗ്രഹിക്കുന്നത്. I don't want to feed babies here. അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. The Lord wants to raise up an army. ഇവിടെ ഒരു ആർമിയെ, ഒരു സൈന്യത്തെ നിലനിർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Tough people, അതായത് വളരെ ശക്തിയുള്ള വ്യക്തികൾ, that will stand for Jesus. യേശുവിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ. No matter what, എന്ത് വിഷയം വന്നാലും God is out for tough people. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം മുൻപോട്ട് വരുന്നത്. God is out for people who are all sold out for him. ദൈവത്തിന് വേണ്ടി മുഴുവനായി മുൻപോട്ട് വന്നവർക്ക് വേണ്ടിയാണ് ദൈവം നിലനിൽക്കുന്നത്. Not caring എന്ത് വിഷയം വന്നാലും, what is left behind എന്ത് പുറകിലുണ്ടെങ്കിലും, and what is forward, എന്തിന് മുമ്പിലോട്ട് അതിനു വേണ്ടി looking onto him, യേശുവിനെ വേണ്ടി മുമ്പിലേക്ക് യേശുവിനെ വേണ്ടി നോക്കിക്കൊണ്ട്, the beginner and finisher of my faith, എന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകർത്താവായ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട്, believing that the one who has called me എന്നെ വിളിച്ചവൻ is faithful to അവൻ complete my calling. എന്ന് വിശ്വസിച്ചുകൊണ്ട്, Can you say hallelujah? ഹല്ലേലൂയ പറയാൻ സാധിക്കുമോ? Can you praise him? അവനെ നിങ്ങൾക്ക് സ്തുതിക്കാമോ? He deserves your praise. അവൻ
നിങ്ങളുടെ സ്തുതികൾ വസിക്കുന്നത്. There is nobody else who deserves your praise. വേറെ ആരും നിങ്ങളുടെ സ്തുതികൾ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നില്ല. There is nobody else who is worthy of your praise. മറ്റാരും അവനെ പോലെ യോഗ്യനായില്ല. There is none like him. വേറെ ഒരുത്തനും അവനെ പോലെ ഇല്ല. Come on, church. Come on, church, വരൂ. Say, Lord, I want an encounter with you. യേശുവേ, നിന്നുമായിട്ട് ഒരു ആത്മീയപൂർണ്ണ എനിക്ക് വേണമെന്ന് പറയൂ. I want to thank you for the gift that you given me. അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന വരത്തിന് വേണ്ടി നിന്നെ നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Every gift, small and big, കർത്താവേ, ചെറുതും വലുതുമായ എല്ലാ വരങ്ങളും I receive it. ഞാനത് എന്നിലേക്ക് ലഭിക്കുന്നു. Get ready for the Spirit of God. അതിനുവേണ്ടി തയ്യാറാകുക. Get ready for the Spirit of അതിനായി God. തയ്യാറാകുക. The Spirit of God is going to move through you. ആത്മാവ് ഇവിടെ നടക്കുവാൻ ആരംഭിക്കുന്നു. Everybody who is interested in moving in the gift of the Spirit, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ വർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, especially people who have not received the gift of tongues, പ്രത്യേകിച്ച് അന്യഭാഷാ വരം ലഭിക്കാത്തവർ, I want you to start praying for that now. ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. I want you to start praying. ഇപ്പോൾ പ്രാർത്ഥിക്കുക. I said, Lord, fill me with this. യേശുവേ, കർത്താവേ, ഇതിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്. See, it is not the gift of miracles that you don't have that you need. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ അല്ല ആ വരമല്ല നിങ്ങൾക്ക് വേണ്ടത്. It is not the gift that you don't have. അതല്ല നിങ്ങൾക്ക് വേണ്ടത്. What you need നിങ്ങൾക്ക് വേണ്ടത് is to exercise what God has already given you. ദൈവം ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോഴേ തന്നിരിക്കുന്നതിനെ നിങ്ങൾ വർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. But we don't want to be faithful in the little that is given. പക്ഷേ അവൻ തന്നിരിക്കുന്ന ചിലതിൽ നമ്മൾക്ക് വിശ്വസ്തരായിരിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. We want those things that was never ours. നമ്മൾക്ക് തരാത്തതിനു വേണ്ടി നമ്മൾ പലപ്പോഴും കാംക്ഷിക്കുന്നു. Hallelujah. Hallelujah. Can you praise him? അവനെ നിങ്ങൾക്ക് സ്തുതിക്കാമോ? Can you say, I love you, Jesus? യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാമോ? Can you speak in tongues whenever you want to? നിങ്ങൾക്ക് എപ്പോൾ വേണമോ ആ സമയത്ത് നിങ്ങൾക്ക് അന്യഭാഷയിൽ സംസാരിക്കാമോ? Some people can only speak in tongues when there is a big worship going on. പലപ്പോഴും ചിലർക്ക് വലിയ ആരാധന നടക്കുമ്പോൾ മാത്രമേ അന്യഭാഷയിൽ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. If that is so, അങ്ങനെയാണെങ്കിൽ God can never use you. കർത്താവ് നിങ്ങളെ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. Because God is speaking to you continuously. എന്തുകൊണ്ടെന്നാൽ ദൈവം നിരന്തരമായാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. And God will stop everything for you. കർത്താവ് മറ്റുള്ള എല്ലാം നിങ്ങൾക്ക് വേണ്ടി നിർത്തിത്തരാം When you will start speaking in tongues. നിങ്ങൾ പരിശുദ്ധ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ. But you want to only pray when there is the right lights and the right sound. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമേ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുള്ളൂ. But God doesn't want you to do that. പക്ഷെ അതല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Because God has given you the unknown tongues. എന്തുകൊണ്ടെന്നാൽ അറിയാത്ത ഭാഷയുടെ വരങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് to build you up. നിങ്ങളെ തന്നെ വർദ്ധിപ്പിക്കുവാനാണ്. There is a purpose for this gift. അതിനൊരു കാരണമുണ്ട്. It is not for you to feel holy. നിങ്ങൾക്ക് ഒരു വിശുദ്ധരായി നിങ്ങളെ തന്നെ തോന്നുവാനല്ല. It is to build yourself up. നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ വർദ്ധിപ്പിക്കുവാനാണ്. When a child is born, ഒരു വ്യക്തി ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, that child is small. ആ കുഞ്ഞ് ചെറുതാണ്. When that baby is born, it has got every muscle that an adult would need. ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ മസിലും അതിന്റെ ശരീരത്തിൽ അപ്പോഴേ ഉണ്ട്. I think science says that there are more than 300 muscles, if I'm right. I'm not sure. പറയുന്നത് 300 മസിലുകൾ ശരീരത്തിൽ ഉണ്ടെന്നാണ്. And maybe അങ്ങനെ ആയിരിക്കാം. And every muscle ഓരോ മസിലും is existent അത് അവിടെ ആയിരിക്കുന്നത് in that baby. ആ കുഞ്ഞിലുണ്ട്. That baby cannot walk. എന്നാൽ ആ കുഞ്ഞിന് നടക്കാൻ സാധിക്കില്ല. That baby cannot crawl. അതിന് നീന്തി വലിയാൻ സാധിക്കില്ല. But it doesn't stay that way. പക്ഷേ അത് അവിടെ അതേ രീതിയിൽ നിൽക്കുന്നില്ല. Because after it is born, എന്തുകൊണ്ടെന്നാൽ അത് ജനിച്ചത് കഴിയുമ്പോൾ it will start exercising its muscles. എന്തുകൊണ്ടെന്നാൽ അതിന്റെ മസിലുകൾ അത് എക്സസൈസ് ചെയ്ത് തുടങ്ങും. It will start crawling. അത് പതുക്കെ നീന്താൻ തുടങ്ങും. Those muscles that enable the baby to crawl, അതിനെ നീന്താൻ അനുവദിക്കുന്ന മസിലുകൾ did not come after it started crawling. അത് ക്രോൾ ചെയ്തത് അത് നീന്തി തുടങ്ങിയതിന് ശേഷമല്ല അതുണ്ടായത്. Then the baby will start walking. പിന്നെ ആ കുഞ്ഞ് നടക്കുവാൻ തുടങ്ങും. By holding something. എന്തെങ്കിലും പിടിച്ചു നടക്കുവാൻ തുടങ്ങും. Why? Because the muscles are not strong. എന്തുകൊണ്ടെന്നാൽ ആ സമയത്ത് ആ മസിലുകൾ അത്രയ്ക്ക് ബലമുള്ളതല്ല. But the baby will hold it. അതുകൊണ്ട് ആ കുഞ്ഞ് എവിടെങ്കിലും പിടിച്ചുകൊണ്ട് and start walking. പതുക്കെ അങ്ങനെ നടക്കും. Till the muscles are strengthened. എപ്പോ വരെ ആ മസിലുകൾ അതുപോലെ ശക്തി പ്രാപിക്കുന്നത് വരെ. Did the father and mother teach it to do this? അത് എന്തെങ്കിലും പേരൻസ് അതിന്റെ അപ്പനും അമ്മയും പഠിപ്പിച്ചതാണോ? See, if you are spirit led,
നിങ്ങൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ the seed that is in you നിങ്ങളിലുള്ള വിത്ത് will teach you. അത് നിങ്ങളെ പഠിപ്പിക്കും. The anointing that's in you നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന കാര്യങ്ങൾ will teach you ആ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. to edify yourself. നിങ്ങളെ എങ്ങനെ ആത്മീയ വർധന വരുത്തണമെന്ന്. Start crawling. അത് ആദ്യം നിങ്ങൾ നീന്തി തുടങ്ങുക. Get a hold onto something. എന്തിനെങ്കിലും പിടിക്കുക. Start walking. എങ്ങനെയെങ്കിലും നടന്നു തുടങ്ങുക. Start jumping. ചാടി തുടങ്ങുക. Start running. ഓടിത്തുടങ്ങുക. You need spiritual exercises. നിങ്ങൾക്ക് ആത്മീയമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. There is no difference between great men of God like Benny Hinn and Smith Wigglesworth and John Dulake ഇങ്ങനെയുള്ള വലിയ ദൈവിക മനുഷ്യരും and you. നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. Just like every muscle that the baby had, a Mr. Universe has. ഒരു മിസ്റ്റർ യൂണിവേഴ്സിനുള്ള എല്ലാ മസിലുകളും ഒരു കുഞ്ഞിനുള്ളതുപോലെ. Do you know what is the difference between a Mr. Universe and some of us? നമ്മളും ആ വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? Not because they have extra muscles. അവർക്ക് കൂടുതലായി മസിലുകൾ ഉള്ളത് കൊണ്ടല്ല. They don't. അല്ല. You miss one muscle, ഒരു മസിൽ ഇല്ലെങ്കിൽ you are on the bed. നമ്മൾ ബെഡിൽ കിടക്കേണ്ടി വരും. Not because you lack muscles, ആ മസിൽ ഇല്ലാത്തത് കൊണ്ടല്ല, because you lack working it. അത് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. We don't exercise. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. When Mr. Universe goes to gym, അദ്ദേഹം ജിമ്മിൽ പോയിട്ട് Mr. You and me are on the bed. നമ്മൾ ആ സമയത്ത് കിടക്കയിലാണ്. We don't exercise. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. And when Mr. Universe comes for the competition on the TV, എന്നിട്ട് അദ്ദേഹം ഒരു ടിവി കോമ്പറ്റീഷനിൽ വരുമ്പോൾ and show the muscles, ഇത് കാണിക്കുമ്പോൾ we say, oh, what muscle? നമ്മൾ വിചാരിക്കും ഇതെന്തൊരു ഭയങ്കരമാണ്. But you have that muscle. പക്ഷെ അതേ മസിലുകൾ നമ്മളിലുണ്ട്. This is the same thing we do. അത് നമ്മൾക്ക് തന്നെയാണ്, ഇത് തന്നെയാണ് When we സംഭവിക്കുന്നത്. see great men of God, നമ്മൾ വലിയ ദൈവിക മനുഷ്യരെ കാണുമ്പോൾ and we see them operating in the gift, അവർ ആ വരങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ we say, oh, what great men of God. നമ്മൾ പറയും എത്ര വലിയ ദൈവിക മനുഷ്യർ. But you have that. പക്ഷെ അതേ ശക്തി നിങ്ങളിലുണ്ട്. Are you born of God? നിങ്ങൾ ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണോ? Are you? ആണോ? If you are, അങ്ങനെയെങ്കിൽ the same spirit അതേ ആത്മാവ് that raised Jesus from the dead യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് lives on the inside അവൻ of you. നിങ്ങളിൽ വസിക്കുന്നു. The resurrection power ആ പുനരുത്ഥാനത്തിന്റെ ശക്തി lives inside you. നിങ്ങളിൽ വസിക്കുന്നു. Why? എന്തുകൊണ്ട്? So that you can sleep, എന്തുകൊണ്ട്? നിങ്ങൾ ഉറങ്ങുവാൻ വേണ്ടിയാണോ? so that you can sit at home nicely. നിങ്ങൾക്ക് വീട്ടിൽ സമാധാനമായി ഇരിക്കുവാനാണോ? The resurrection power ആ പുനരുത്ഥാനത്തിന്റെ ശക്തി is for dead people. അത് മരിച്ചവർക്ക് വേണ്ടിയുള്ളതല്ല. If you did not see it released, നിങ്ങൾക്ക് അത് പുറത്തേക്ക് വരുന്നത് കാണുന്നില്ലെങ്കിൽ die. നിങ്ങൾ മരിക്കുക. Die. മരിക്കുക. Die. മരിക്കുക. Die to the world ആദ്യം ലോകത്തിന് വേണ്ടി മരിക്കുക. and live for Jesus. യേശുവിന് വേണ്ടി ജീവിക്കുക. Hallelujah. ഹല്ലേലൂയ. Praise him. Praise the Lord. I just got one more thing. ഒരു കാര്യം കൂടെ. The Bible talks about there's a confusion about him. Paul saying in public ministry, do not use tongues. I'll just touch that because there is so much hindrances for you to walk in the gift. പലപ്പോഴും അന്യഭാഷ വരത്തിൽ ചലിക്കുവാനുള്ള പല വിഘ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് അതിൽ ഒന്ന് പൗലോസ് പറഞ്ഞ ഭാഗത്തെക്കുറിച്ച് നമുക്ക് വരാം. പരസ്യമായി അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച്. In 1 Corinthians 14, 1 കൊരിന്ത്യർ 14, Paul says, പൗലോസ് പറയുന്നു, he speaks in tongues more than everybody else. നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And some of you are saying, എന്നിട്ട് നിങ്ങൾ ചിലർ പറയുന്നു, Paul said don't pray in tongues for too long. പൗലോസ് പറഞ്ഞു അനേക സമയം അന്യഭാഷയിൽ സംസാരിക്കേണ്ട. That is not Bible. അത് ബൈബിൾ അല്ല. Bible says ദൈവനം പറയുന്നു, Paul spoke in tongues more than everybody else. മറ്റുള്ള എല്ലാവരെക്കാളും കൂടുതൽ അന്യഭാഷയിൽ സംസാരിച്ചു. We are behind time. I want to tell you all the revelation that Paul received is because of the speaking in tongues. ഞാൻ പറയട്ടെ, പൗലോസ് ലഭിച്ച എല്ലാ വെളിപ്പാടുകളും അന്യഭാഷയിലുള്ള സംസാരത്താലാണ്. Every mystery that was revealed to him. തനിക്ക് വെളിവായപ്പെട്ട എല്ലാ മർമ്മങ്ങളും. Why? എന്തുകൊണ്ട്? Because when you speak in tongues, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കും. the Bible said ദൈവനം പറയുന്നു that we are speaking mysteries unto God. നമ്മൾ ദൈവിക മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. What mysteries? ഏത് മർമ്മം? Mysteries that were hidden before the time. അതെ, സമയത്തിന് മുമ്പ് മറവായിരുന്ന Mysteries that was revealed to people like Paul. പൗലോസിനെ പോലുള്ളവർക്ക് വെളിവായി വന്ന മർമ്മങ്ങൾ.
these mysteries were revealed to him ഈ മർമ്മങ്ങൾ അവന് തെളിവായി വന്നത് because of 1 Corinthians 14:18. 1 കൊരിന്ത്യർ 14:18 He കാരണമാണ്. said, I thank my God. അവൻ പറഞ്ഞു, ഞാൻ I ദൈവത്തിന് speak നന്ദി with പറയുന്നു, tongues ഞാൻ more than you all. മറ്റുള്ളവരെക്കാളെല്ലാം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട്. See, if he had to be confident, അദ്ദേഹത്തിന് ഈ ഒരു ധൈര്യത്തിൽ സംസാരിക്കണമെങ്കിൽ one whole state, ഒരു മുഴുവൻ സംസ്ഥാനവും, and he says, I speak in tongues more than you all. നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും കൂടുതലായി ഞാൻ സംസാരിക്കുന്നത്. So he was sure അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, that nobody could be speaking in tongues like he is speaking. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, ഞാൻ സംസാരിക്കുന്ന പോലെ ആർക്കും സംസാരിക്കാൻ See, even Apostle Paul, അപ്പോസ്തലനായ പൗലോസ് പോലും. and the next verse, അടുത്ത വചനം, yet in the church എങ്കിലും സഭയിൽ I would rather speak 5 words with my understanding 5 ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. that by my voice എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. that I might teach others. അത് പഠിപ്പിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വേണ്ടി. That is the word many people have missed. അതാണ് നമ്മൾ പലവരും മറക്കുന്ന വചനം. The Bible says ദൈവവചനം പറയുന്നു, to teach, പഠിപ്പിക്കുവാൻ I cannot use tongues. എനിക്ക് അന്യഭാഷ ഉപയോഗിക്കാൻ സാധിക്കും. Paul said, if I will use 5 words പൗലോസ് പറഞ്ഞു, ഞാൻ 5 വാക്കുകൾ ഉപയോഗിച്ചാൽ, in your language, നിങ്ങളുടെ ഭാഷയിൽ ഉപയോഗിച്ചാൽ, then 10,000 words in tongues. അന്യഭാഷയിൽ 10,000 വാക്കുകളെക്കാളും. Just imagine, നിങ്ങൾ ചിന്തിക്കുക, right from 10 o'clock ഇപ്പൊ 10 മണി മുതൽ till now, ഇപ്പൊ വരെ I spoke to you in tongues. ഞാൻ അന്യഭാഷകളിൽ നിങ്ങളോട് And I'm സംസാരിച്ചു. teaching you about tongues. ഞാൻ നിങ്ങളോട് അന്യഭാഷയെ കുറിച്ചാണ് And I'm പഠിപ്പിക്കുന്നത്. shouting and screaming. ഞാൻ അന്യഭാഷയെ കുറിച്ച് വളരെ വളരെ ശബ്ദം ഉണ്ടാക്കിയാണ് സംസാരിക്കുന്നത്. But you don't understand. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. Because the Bible says no man understands. എന്തുകൊണ്ടെന്നാൽ ദൈവവചനം പറയുന്നു, ഒരു മനുഷ്യനും മനസ്സിലാക്കുന്നില്ല. So Paul said, പൗലോസ് പറഞ്ഞു, when you teach in the church, അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ സഭകളിൽ പഠിപ്പിക്കുമ്പോൾ the one who teaches should not speak in tongues. പഠിപ്പിക്കുന്ന ആൾ അന്യഭാഷയിലായിരിക്കില്ല പഠിപ്പിക്കേണ്ടത്. When you teach, നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ you teach in a language you will understand. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിക്കുക. That's why I have got an interpreter. അതുകൊണ്ടാണ് ഇവിടെ ഒരു പരിഭാഷകനുള്ളത്. Hallelujah. ഹല്ലേലൂയ. Praise God. പ്രൈസ് ഗോഡ്. We are out of time. സമയം കഴിഞ്ഞിരിക്കുന്നു. So we're going to wind this up. ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. And okay, I wanted to say, അന്യഭാഷയെ സംസാരിക്കുമ്പം there is a discipline, ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമുണ്ട്. ഹല്ലേലൂയ. ഈ അച്ചടക്കം എല്ലാ ആത്മീയ കാര്യത്തിലും വേണം. ഹല്ലേലൂയ. ഇത് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, പിന്നെ അടുത്ത ഒരാഴ്ച കറങ്ങാൻ പോയി. അത് അച്ചടക്കമല്ല. ഇന്ന് മിസ്റ്റർ ഇന്ത്യയെക്കുറിച്ച്, മിസ്റ്റർ യൂണിവേഴ്സിനെ കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. മിസ്റ്റർ യൂണിവേഴ്സ് ആകാൻ ആഗ്രഹമുള്ള ഒരാൾ 2 ദിവസം ജിമ്മിൽ പോയി അടുത്തൊരു മാസം കറക്കമല്ല. ഹല്ലേലൂയ. അവനൊരു ദർശനമുണ്ട്, നമുക്കതില്ല. അതാണ് അതിൻ്റെ വിഷയം. നമ്മൾക്ക് വിഷയം എന്ത് കഴിക്കും, എന്തുടുക്കും, എവിടെ താമസിക്കും, ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. പക്ഷെ യേശു പറഞ്ഞത് അതൊക്കെ പിന്നാലെ വരും. പക്ഷെ സഭയുടെ മെയിൻ വിഷയം എന്താ? ഇതൊക്കെയാണ്. ഹല്ലേലൂയ. ഇത് ഒന്ന് വിഷനാക്കുകയാണെങ്കിൽ, because we are out of the plan of God, നമ്മൾ ദൈവത്തിൻ്റെ പരിപാടിയുടെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വെളിയിലാണ് നമ്മൾ സഭയിൽ വരുന്നത് ഇരുന്ന് കൈയടിക്കാനും എന്തെങ്കിലുമൊക്കെ തണുപ്പും ചൂടൊക്കെ കിട്ടുകയാണെങ്കിൽ അതും മേടിച്ചങ്ങ് വീട്ടിൽ പോകാനാണ്. That's not why. We must have ഒരു ദർശനം വേണം. ആ മിസ്റ്റർ ഇന്ത്യ അല്ലെങ്കിൽ മിസ്റ്റർ യൂണിവേഴ്സ് എല്ലാ ദിവസവും പോയി എക്സസൈസ് ചെയ്ത്, യു തിങ്ക് ദാറ്റ് ഇസ് ഫൺ? ഞാൻ കൃപയാൽ 2 മാസം ഇങ്ങനെ ഒരു ജിമ്മിൽ പോയി നോക്കിയിട്ടുണ്ട്. ഇവന്മാർ വെയിറ്റ് എടുക്കുന്നുണ്ടോ നമ്മൾ ഞെട്ടിപ്പോവും.
ദാറ്റ്സ് നോട്ട് ഫൺ. പക്ഷെ അവർക്കൊരു ഉദ്ദേശമുണ്ട്, അവർക്കൊരു ദർശനമുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ പാസ്റ്റർ അംബാബുവും ഇവരുമെല്ലാം, അവർ ആ ദർശനത്തിലോട്ട് വന്ന് അതിന് വില കൊടുക്കാൻ തയ്യാറായിരുന്നു. കർത്താവിലോട്ട് വന്നത് ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളവരല്ല, വില കൊടുക്കണം. വില കൊടുക്കുന്നത് ഒരു ദിവസമല്ല വില കൊടുക്കുന്നത്. ഞാൻ പറയുകയാണ്, വിശ്വാസത്തിലുള്ളവന് പാർട്ട് ടൈം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അവൻ ഫുൾ ടൈമാണ്, ഫുൾ ടൈം കർത്താവുമായിട്ട് എൻഗേജ്ഡ് അവൻ. അങ്ങനെ ഒരു വിളിയുള്ളൊരു വിശ്വാസിക്ക്. ബിക്കോസ് യേശു പറഞ്ഞത് ജോലിയും ഭാര്യയും വീടും എല്ലാം വിടാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഞാനങ്ങനൊന്നും പറയുന്നില്ല, ഇനി അത് അവിടുന്ന് ദുരുപദേശം കേട്ടെന്ന് പറയരുത്. പക്ഷേ ദ ഫോക്കസ് അതാ കർത്താവ് ഉദ്ദേശിച്ചത്. നമ്മുടെ ദർശനം നമ്മൾ പലപ്പോഴും മാറിപ്പോകുന്നു. നമ്മൾ അവിടുത്തെ ഇവിടുത്തെയൊക്കെ നമ്മൾ എല്ലാം ഈ ഒരു മോബ് മെൻറ്റാലിറ്റി, ഒരു ക്രൗഡിനകത്ത് അവർ ആ സൈഡിൽ കൂടും, നമ്മൾ ആ സൈഡിൽ കൂടും, അവർ ഈ സൈഡിൽ കൂടും, നമ്മൾ ഈ സൈഡിലോട്ട് പോകുന്നു. ആരും ഇന്നൊരു പുതിയ മീറ്റിംഗ് വന്നാൽ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയേക്കാം. ദാറ്റ് ഈസ് ദ ക്രൗഡ് മെൻറ്റാലിറ്റി. ബട്ട് വെൻ യു വുഡ് ഹാവ് എ വിഷൻ, ആ മിസ്റ്റർ യൂണിവേഴ്സ് ഇരുന്ന് എക്സസൈസ് ചെയ്യുന്ന പോലെ, ഫിക്സ് എ ടൈം. ഈ കഴിഞ്ഞ ബാച്ചിൽ വന്നവർക്കറിയാം, അവർ ഡിസിപ്ലിൻഡ് പലരും ആയെന്ന് എനിക്ക് മനസ്സിലായി. നാളെ നമുക്ക് പറ്റുമെങ്കിൽ സാക്ഷ്യം കേൾക്കാം. You must make time to give God, because നമ്മൾ ഈ ഭയങ്കര ബിസി കളിച്ച് നടക്കുക. When do we sit for God? When do we sit with God? ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴായിരിക്കുക? ദൈവത്തിന് നമ്മുടെ വേറൊന്നും വേണ്ട. നമുക്ക് ആകെ കൊടുക്കാനുള്ളത് നമ്മുടെ സമയമാണ്. ഈ സമയത്തിന് വേണ്ടി ദൈവം പലപ്പോഴും കൊതിക്കുന്നുണ്ട്. അതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ പലരും ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കാതെ നമ്മൾ ഓരോ പദ്ധതിയിലൊക്കെ നമ്മൾ അങ്ങ് ട്രാപ്ഡാ. ആ പരിപാടി, ഈ പരിപാടി, ഇന്നത്തെ മോൻ്റെ കാര്യം, മോളുടെ കാര്യം, ഇതെല്ലാം ഉള്ളപ്പോൾ, ദൈവത്തിൽ നമ്മൾ വന്നപ്പോൾ, ക്രിസ്തുവിൽ നമ്മൾ വന്നപ്പോൾ, ഞാൻ ഈ മീറ്റിംഗ് നിങ്ങൾ എപ്പോഴും കേൾക്കാൻ പോകുന്നൊരു വാക്യമാണ് ഡൈ, മരണം. ബിക്കോസ് മരണം സംഭവിക്കാത്തതാണ് നമ്മുടെയൊക്കെ വിഷയം. യു മസ്റ്റ് ഡൈ. ഇവിടെ നിങ്ങളെ സുഖിപ്പിക്കാൻ ഒരു പരിപാടിയും പറയത്തില്ല. അതോർത്ത് ഇവിടെ ആരും വരരുത്. നാളെ നിങ്ങളെല്ലാം കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. ബിക്കോസ് അത് പറയാനല്ല എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് കുത്തി ഈ കല്ലായി കിടക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി കർത്താവിന് അങ്ങനെയുള്ളവരെ മതി. എനിക്കൊരാഗ്രഹമുണ്ട് കേട്ടോ, ഇവിടെ ഒരു 100 പേരൊക്കെ നിറയണമെന്ന്. പക്ഷെ കർത്താവിന് അങ്ങനൊന്നും വേണ്ട. ഒരാൾ മതി, 1%. കർത്താവിന് വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ഒരാളെ മതി. ഒരു സഹോദരിയോ ഒരു സഹോദരനോ പട്ടണത്തിൽ എണ്ണിക്കുവാൻ ഞാൻ ഉണ്ട് ദൈവമേ എന്ന് പറയുവാൻ ഒരു മനുഷ്യൻ മതി. ഒരു വ്യക്തിക്ക് അതുകൊണ്ട് പറ്റുമോ? എന്തു വന്നാലും ഞാൻ അതിൽ ചെയ്യാം. ഐ എം അവൈലബിൾ. ദാറ്റ്സ് വാട്ട് ഹി വാണ്ട്സ്. ഇന്ന് നമ്മൾ ഇതിന് റെഡിയാണ്. നമ്മൾക്ക് നമ്മുടെ ടൈം നമുക്കൊന്ന് മാറ്റി വെക്കാമോ? അത് മാത്രം നമുക്കുള്ളൂ. നമുക്ക് ടൈറ്റ് ഇടാനുണ്ട്, ഓഫറിങ് ഇടാനുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇവിടെ ഇല്ലാത്തത്. ബിക്കോസ് അതൊന്നും അല്ല കർത്താവിന് വേണ്ടിയത്. God doesn't want your money. God wants you. ദൈവത്തിന് നിങ്ങളെയാ വേണ്ടിയത്. നിങ്ങളെയാ വേണ്ടിയത്. നിങ്ങളുടെ ഹൃദയത്തെയാ വേണ്ടിയത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ആരാധന അവന് വേണ്ടിയത്. നിങ്ങളുടെ കൂടെ വസിക്കുക അവന് വേണ്ടിയത്. ഡിസിപ്ലിൻ. യു വാണ്ട് ഡു സംതിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ ഡോണ്ട് വേസ്റ്റ് ടൈം ഹിയർ.
നാളെ വരരുത്. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് സമയം കൊടുക്കുക. ബി ഡിസിപ്ലിൻഡ് ഇൻ യുവർ ടൈം വിത്ത് ഗോഡ്. ഇന്ന് നിങ്ങളൊരു മെസ്സേജ് കേട്ടു, വലിയ വലിയ ദേവദാസന്മാർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയില്ല, ആ ദേവദാസൻ പ്രാർത്ഥിച്ചു കിട്ടി, നമുക്ക് അടുത്ത മീറ്റിംഗ് തപ്പിപ്പോവാം. അതിനല്ല നിങ്ങളിവിടെ വന്നത്. മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ടു പ്രേ. ഇന്ന് ഞാൻ കഴിഞ്ഞ ബാച്ചിലും ഇതെടുപ്പിച്ചു. ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതിന് നിങ്ങൾ ആദ്യമേ ഫെഡപ്പ് ആവണം. മതി കർത്താവ്, ഇങ്ങനൊരു ക്രിസ്തീയ ജീവിതം മതി എനിക്ക്. ഐ വോണ്ട് ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് ഉള്ളിൽ നിന്നൊരു മാറ്റം വേണം, എനിക്ക് വെളിയിൽ നിന്നൊരു മാറ്റം വേണം. ഐ എം ഫെഡ് അപ്പ് ആൻഡ് ഐ സറണ്ടർ. ഞാൻ പൂർണ്ണമായി അങ്ങയുടെ ആത്മാവിന് വേണ്ടി വിട്ടുകൊടുക്കുക. സറണ്ടർ അല്ല, സറണ്ടർ എന്ന വാക്കെന്തുവാ? കീഴ്പ്പെട്ട് നിൽക്കുക. കീഴ്പ്പെട്ടതിനെക്കാട്ടിൽ എന്തെങ്കിലും സ്ട്രോങ്ങർ ഉണ്ടോ? പൂർണ്ണമായി ഞാനങ്ങ് അടിമയാകാൻ റെഡിയാ. എനിക്ക് എൻ്റെ വിചാരങ്ങളും ചിന്തകളും ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാനേ നമുക്ക് പറ്റണം. നാളെ തൊട്ടത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുവാണെങ്കിൽ നല്ല. പക്ഷേ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ തോട്ട്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡിസിഷൻ. നമ്മുടെ ഒരു തീരുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് നിങ്ങളുടെ രക്ഷ തുടങ്ങിയതൊരു തീരുമാനത്തിലാണ്. ഞാൻ തുടങ്ങിയെന്നേ പറയത്തുള്ളൂ, നാളെ അതിനെക്കുറിച്ച് പറയാം. രക്ഷ തുടങ്ങിയിരിക്കുക. യു ഹാവ് സ്റ്റെപ്ഡ് ഇൻ ടു എറ്റേണിറ്റി. പക്ഷെ അതെങ്ങനെയാ? നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങളൊരു തീരുമാനം എടുത്തു. ഇന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങൾക്ക് മാറ്റണോ? നിങ്ങളൊന്നൊരു തീരുമാനം എടുത്താൽ മതി. ഈ പട്ടണത്തിൽ ഞാൻ നിൽക്കും കർത്താവേ, അന്ത്യകാലത്തെ ഉണർവിന് എന്നെ ഉപയോഗിക്കും കർത്താവേ എന്ന് പറയണം. ഞാൻ നിനക്ക് നിൽക്കാം എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ശങ്കുറ്റമുണ്ടോ? God wants soldiers. പടയാളികളെ ദൈവത്തിൽ വേണം. ശിശുക്കളൊന്നും വേണ്ട. എൻഡ് ടൈം. ഹല്ലേലൂയ. ബി സ്ട്രിക്റ്റ് അബൌട്ട് ഡിസിഷൻ. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. നമ്മൾ ജഡത്തിൽ തുടങ്ങിയേക്കാം, അത് ആത്മാവിലാകണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാവുന്ന തീരുമാനമെടുത്തവർ അത് കണ്ടിന്യൂ ചെയ്യണം. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കണം. പലപ്പോഴും നമ്മളിങ്ങനൊരു ഒരു ഒരു സ്വഭാവം ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡാണ്. ഇത് ഞാൻ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ നാളെ തൊട്ട് അന്യഭാഷ ഇത് മെസ്സേജ് കേട്ട് തീയെത്തി നാളെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ നാളെ പ്രാർത്ഥിക്കിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള സ്വഭാവം ഇല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ 1 മണിക്കൂർ സംസാരിച്ചെന്ന് തോന്നും. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 2.5 മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നും. പിന്നെ വിചാരിക്കും ഇതെല്ലാം കേട്ടു. പക്ഷേ പിന്നെ നിങ്ങൾക്കൊരു സംശയം, ഇതൊക്കെ ഈ പൊട്ടത്തരമാണ് ഈ പറയുന്നത്, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇതുപോലെ എത്ര പേര് പറഞ്ഞ്. അതൊക്കെ മനസ്സാണ്. ഞാനിതൊന്നും കവർ ചെയ്തില്ല. വചനം പറയുന്നു ബുദ്ധിക്കിത് മനസ്സിലാകത്തില്ല. അപ്പം ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യം ബുദ്ധി ചോദ്യം ചെയ്യുക. മനസ്സിലായോ? അപ്പം അന്യഭാഷ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ബുദ്ധി പറയും മണ്ടൻ എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഗുണമില്ലെന്ന്. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ശരിയാണല്ലോ, എനിക്കും മനസ്സിലാകുന്നില്ല, ഇതെന്തേലും ഗുണമുണ്ടോയെന്ന്. അത് ബുദ്ധിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ബുദ്ധിക്ക് മനസ്സിലാകാത്തുണ്ടോ അത്. പക്ഷെ നിങ്ങളുടെ ആത്മാവിനത് മനസ്സിലാകും. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളിതിലിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു തീരുമാനം എടുക്കണം. എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ.